തൃത്താല കുട്ടനാട് പാതയിലെ മേഴത്തൂർ ശിവക്ഷേത്രത്തിന് സമീപമുള്ള വീട്ടിൽ പകൽ മോഷണം നടന്നു. വീട്ടുകാർ സ്ഥലത്തില്ലാഞ്ഞപ്പോഴാണ് അടുക്കള ഗ്രില്ലിലെ പൂട്ടുപൊളിക്കുന്ന ദൃശ്യങ്ങൾ CCTVയിൽ പെട്ടത്. മനോജിൻ്റെ വീട്ടിലെ മേഴത്തൂരിലെ മനോജിൻ്റെ വീട്ടിലാണ് ഈ മോഷണം നടന്നത് കേട്ടോ. നിഖിൽ പ്രമേഷ് ചേരുന്നു. നിഖിൽ, ഈ മോഷ്ടാവിനെ കുറിച്ച് വല്ല വിവരവും കിട്ടിയോ? ആള് നല്ല അധ്വാനിയാണെന്ന് തോന്നുന്നു. ഗുഡ് മോർണിംഗ്. മേഴത്തൂർ സ്വദേശിയായിട്ടുള്ള മനോജിൻ്റെ വീട്ടിലാണ് ഈ മോഷണം നടന്നത്. അതിൻ്റെ ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. പട്ടാപ്പകൽ പ്രത്യേകിച്ച് ഒരു ഭാവഭേദങ്ങളും ഇല്ലാതെ എത്തി ഈ പൂട്ട് പൊളിച്ച് വീടിനകത്ത് കയറി ചില സാധനങ്ങളൊക്കെ കവർന്നുകൊണ്ട് പോവുകയാണ് ഈ മോഷ്ടാവ്. ഇതിൻ്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ പോലീസ് പുറത്തുവിട്ടിരിക്കുന്നത്. ഇയാൾക്ക് വേണ്ടിയുള്ള അന്വേഷണം പോലീസ് ഇപ്പോൾ ഊർജിതമാക്കിയിട്ടുണ്ട്. നിലവിൽ പ്രതിയെ പിടികൂടാൻ വേണ്ടി കഴിഞ്ഞിട്ടില്ല. ഈ മേഖലയിൽ അങ്ങനെ മുൻപ് വലിയ രീതിയിലുള്ള മോഷണങ്ങൾ നടന്നതായിട്ടുള്ള വിവരങ്ങളൊന്നും തന്നെ ഉണ്ടായിരുന്നില്ല. അതുകൊണ്ടാണ് ആളുകൾ ഇത്ര ആശങ്കയോടുകൂടി ഇതിനെ നോക്കിക്കാണുന്നതും. എന്തായാലും വീടുകളൊക്കെ അടച്ചിട്ട് പോകുന്ന ആളുകൾ ശ്രദ്ധ പുലർത്തണമെന്നുള്ള നിർദ്ദേശമാണ് ഇതിലൂടെ പോലീസ് നൽകുന്നത്. ഈ മോഷ്ടാവ് ഈ സംഭവ സ്ഥലത്ത് എത്തി ഈ വീട്ടുവളപ്പിലേക്ക് പ്രവേശിച്ച് അടുക്കള ഭാഗത്തെ ഗ്രില്ല് തകർക്കുന്ന ദൃശ്യങ്ങളാണ് ഇതിൽ കാണുന്നത്. ഇതിൽ നിന്ന് വളരെ വ്യക്തമാണ്, വളരെ സമർത്ഥനായ, ഈ മേഖലയിൽ വളരെ പ്രാഗൽഭ്യമുള്ള ഒരു വ്യക്തിയാണ് എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. വളരെ കൂളായാണ് അദ്ദേഹം ഈ ഗ്രില്ല് പൊളിച്ച് വീടിനകത്തേക്ക് പ്രവേശിക്കുന്നതൊക്കെ. അതിനുശേഷം ഈ CCTV ക്യാമറ തകർക്കാനും മോഷ്ടാവിൻ്റെ ഭാഗത്ത് നിന്ന് നീക്കമുണ്ടായിട്ടുണ്ട്. ജീൻസ് പാൻറ്റും കറുത്ത ഷർട്ടും ധരിച്ചെത്തിയ ആളാണ് മോഷ്ടാവ് എന്ന് പോലീസ് ഇതിനോടകം തന്നെ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. ഈ ദൃശ്യങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് പ്രതിക്ക് വേണ്ടിയുള്ള അന്വേഷണം പോലീസ് ഊർജിതമാക്കിയിട്ടുണ്ട്. വീട്ടുപകരണങ്ങൾ മാത്രമാണ് ഈ വീട്ടിൽ നിന്ന്, ഈ മനോജിൻ്റെ വീട്ടിൽ നിന്ന് നഷ്ടമായിട്ടുള്ളത്. ഇനി മറ്റെവിടെയെങ്കിലും സമാനമായ രീതിയിലുള്ള മോഷണങ്ങൾ നടന്നിട്ടുണ്ടോ എന്നുള്ള കാര്യവും പോലീസ് അന്വേഷിക്കുന്നുണ്ട്. എന്തായാലും ഈ ദൃശ്യങ്ങൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് പ്രതിക്ക് വേണ്ടിയുള്ള അന്വേഷണം ഊർജിതമാക്കിയിരിക്കുകയാണ് പോലീസ്. ഓക്കെ, താങ്ക് യു നിഖിൽ പ്രമേഷ്. 24 അഞ്ചിന്റെ വജ്രത്തിളക്കം.